ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കാണണ്ടേ? ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഒരു മീൻ അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കിലോത്തിൻ്റെ ചൂരമീനാണ് മേടിച്ചിരിക്കുന്നത്. ആ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതേ മുഴുപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മുളകും ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മി ഒരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കണം. ഇത് ഫ്രൈ ചെയ്ത് കോരി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എണ്ണയിൽ വറുത്ത് കോരി ഇടണം. അതിന് ലേശം കടുകും ഉലുവയും ആ എണ്ണയിൽ പൊട്ടിച്ചിട്ടാണ് ഇത് വറുത്ത് കോരി ഇടുന്നത്. ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പയിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. നല്ലെണ്ണയും നല്ലതാണ്, മീനായതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയും വറുത്ത് പോരാന്ന് വെച്ചാൽ. മറ്റുള്ള അച്ചാറൊക്കെ ഞാൻ നല്ലെണ്ണയിലൊക്കെ ഇടാറുള്ളത്. ഇനി ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് ഫിഷ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് ഈ ഫിഷ് വറുത്ത് കോരി എടുക്കുന്നത്. ഇനി അധികം മുളക് പൊടി ചേർക്കേണ്ടി വരില്ല. നമ്മൾ വറുത്ത് കോരി കഴിയുമ്പോഴത്തേക്ക് മീൻ പെട്ടെന്ന് നമുക്ക് ഇളക്കി കൊടുക്കണ്ട. ഒരു ചെറുതായിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ ഇളക്കിയാൽ മതി. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഇതിലേക്ക് കോരാം. ഇത് ഇത്രയും മൂത്താൽ മതി, ഇതിൽ കൂടുതൽ മൂക്കണ്ട. ഒരു 90% മൂപ്പിച്ച് വേണം നമ്മൾ കോരാനായിട്ട്. എന്നാൽ ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ ഈ എണ്ണയിൽ തന്നെ ബാക്കിയും കൂടി വറുത്ത് കോരിയെടുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ചെടുക്കണം. അതിന് ഞാൻ പാത്രത്തിലേക്ക് കുറച്ചെണ്ണ, നമ്മൾ മീൻ വറുത്ത എണ്ണ തന്നെ ഒന്ന് അരിച്ചെടുത്ത് വെച്ചാണ് ഒഴിച്ചേക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഇപ്പോൾ എണ്ണ മൂത്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് ഉലുവ, കുറച്ച് മാത്രം മതി, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് കടുക് ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് പച്ചമുളക് അരിഞ്ഞേക്കണത് ഇതുപോലെ കോന്തിയാണ്, ചെറുതായിട്ട് കോന്തി അരിഞ്ഞാണ് പച്ചമുളക് റെഡിയാക്കിയേക്കണത്. അതുപോലെ ഇഞ്ചി ആണെങ്കിലും നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കണത്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഒത്തിരി നിറം മാറത്തക്ക വിധത്തിൽ മൂപ്പിക്കണ്ട. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വാങ്ങി അച്ചാറിലേക്ക് ചേർക്കാവുന്നതാണ്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പോരാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം, എന്ന് വെച്ചാൽ ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു ഭാഗമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും ഉപ്പും ഒക്കെ പാകത്തിനാക്കിയിട്ട് ഇനി ഇതിനകത്തേക്ക് ഇത്തിരി ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പം കുറച്ചേ ഉള്ളൂ, ഒത്തിരി ഇടാൻ പാടില്ല. ഇനി കുറച്ച് കായപ്പൊടി ഇത്തിരി കൂടുതൽ ഇടാം, കാരണം കായം നല്ലതാണ്. ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ കോരി അത് കോരി ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ വിനാഗിരിയും ഒരു സ്പൂൺ എണ്ണയും കൂടി, നല്ലെണ്ണയും കൂടി ഒഴിച്ച് അടച്ചു വെക്കാം. അത് അങ്ങനെ ചെയ്യണത് ഇതിൻ്റെ മുകളിൽ പൂപ്പലോ ഒന്നും വരില്ല. ഈ അച്ചാർ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. കുറച്ച് ദിവസമല്ല, കുറേ നാളുകൾ അങ്ങനെ ഇരിക്കും നമുക്ക്. അപ്പം ഇത് തണുക്കണം, നന്നായിട്ട് തണുക്കണം, എന്നിട്ട് വേണം ഇത് കോരി പാത്രത്തിലാക്കാൻ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.